ഹേ എവ്രി വൺ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാരസെറ്റമോളിനെ കുറിച്ചായിരുന്നു ഇങ്ങനെ ഓരോന്ന് ഡിസ്കസ് ചെയ്തതും സംസാരിച്ചതും ഒക്കെ. സോ അതിന് കുറച്ച് നല്ല റെസ്പോൺസ് കിട്ടി, കുറച്ച് കളിയാക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നിയ ഒരു സപ്പോർട്ട് എൻ്റെ ഒരു ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. എനിക്കറിഞ്ഞൂടാ മാം, ഞാൻ യൂട്യൂബ് കുറേ ടീച്ചർമാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ മാം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ട് ഞാനിപ്പം എന്ത് വീഡിയോ ഇട്ടാലും എന്നെ വന്ന് നന്നായിട്ട് നല്ലതായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും. എനിക്കെന്തോ ഭയങ്കര പോസിറ്റീവ് ഒരു ഇതായിട്ട് തോന്നി. കുറേ ടീച്ചർമാർ സാറുമാരൊക്കെ ഉണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണത്, പക്ഷേ ഇതെനിക്കെന്തോ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. കമൻ്റ് ഇട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്ത്, പിന്നെ നേരിട്ട് എന്നെ കണ്ടായിരുന്നു കോളേജിൽ വെച്ചിട്ട്. അപ്പോൾ മാം അടുത്ത് വന്നിട്ട് ഇതേപോലത്തെ കോണ്ടൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താണ് ഭയങ്കര ഇങ്ങനെ പോസിറ്റീവ് കമൻസ് തന്ന്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം താങ്ക് യു മാം, ഈ ഒരു സപ്പോർട്ടിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യണത്. പാരസെറ്റമോൾ പോലത്തെ ഇങ്ങനത്തെ കോമൺ ഡ്രഗിനെ കുറിച്ചല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോണത്, MDMA കുറിച്ചാണ്. നമ്മൾ MDMA നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ നമ്മൾ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അതുപോലെ MDMA യൂസ് ചെയ്തുള്ളതിൻ്റെ സൈഡ് എഫക്ട്സ്, പിന്നെ ഇപ്പോഴത്തെ യൂത്ത്സിനെ അതെങ്ങനെയാണ് MDMA ഇൻഫ്ലുവൻസ് ചെയ്യണത്, അങ്ങനത്തെ MDMA കുറിച്ചുള്ള ഓവറോൾ കാര്യങ്ങളുമായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ MDMA കുറിച്ചൊരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വെച്ചാൽ, നമ്മൾ ഈ MDMA എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ നെയിം വന്നിട്ട് ഒരു ലോങ് നെയിമാണ്, അതായത് 3,4 മെത്തലീൻ മെത്താംഫീറ്റമീൻ എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ നെയിം വന്നിട്ട്. ഇതൊരു സിന്തറ്റിക് ഡ്രഗാണ്. പിന്നെ ഇത് പാർട്ടി ഡ്രഗ് എന്നറിയപ്പെടും. കാരണം പണ്ടെന്ന് തന്നെ പറയേണ്ടി വരും, കാരണം ഇപ്പം കൊച്ചു പിള്ളേരുടെ തൊട്ട് നമുക്ക് ഇങ്ങനെ MDMA സാധനങ്ങളൊക്കെ ഇപ്പം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ പണ്ടെന്ന് തന്നെ റെഫർ ചെയ്യേണ്ടതായിരിക്കും കുറച്ചും കൂടെ ആക്യുറേറ്റ്. അപ്പോൾ ഇത് പാർട്ടികളിലൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഫുൾ എനർജി കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫുൾ വൈബ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഇങ്ങനെ യൂസ് ചെയ്യും. മീൻസ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മീൻസ് ഫുൾ ഹൈപ്പർ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇമോഷണൽ ബോണ്ടിങ്, ഫുൾ എനർജി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ MDMA യൂസ് ചെയ്യണത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഇത് മാർക്കറ്റിൽ പല രൂപത്തിൽ അവൈലബിൾ ആണ്. അതായത് ടാബ്ലറ്റിൻ്റെ ഫോമിൽ അവൈലബിൾ ആണ്, പൗഡർ ഫോം, പിന്നെ അതുപോലെ ക്രിസ്റ്റൽസ് രൂപത്തിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇത് ഒരിക്കലും പ്യുവർ ഫോമിൽ കിട്ടാറില്ല. ഇത് വേറെ കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കലായിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഇങ്ങനെ മാർക്കറ്റിലും കാര്യങ്ങളിലൊക്കെ അവൈലബിൾ. അതുകൊണ്ട് തന്നെ ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ള ഒരു സാധനവും കൂടിയാണ് ഈ MDMA എന്ന് പറയുന്നത്. നമ്മൾ നോക്കാൻ പോണത് ഹൗ MDMA അഫക്ട്സ് അവർ ബ്രെയിൻ. അതായത് MDMA നമ്മുടെ ബ്രെയിനിനെ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യണതെന്നാണ് നോക്കാൻ പോണത്. അതായത് നമ്മളിപ്പം MDMA കഴിച്ചു കഴിഞ്ഞാൽ അത് നേരെ പോണത് നമ്മുടെ ബ്ലഡിലോട്ടായിരിക്കും. അവിടെ നിന്ന് നേരെ ബ്രെയിനിലോട്ടാണ് പോണത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് കുറേ കെമിക്കൽസ്, മെയിനായിട്ട് 3 കെമിക്കൽസാണ് റിലീസ് ചെയ്യണത്. സെറോട്ടോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന 3 കെമിക്കൽസിന് ഇത് റിലീസ് ചെയ്യും. 3 കെമിക്കൽസിൻ്റെ റോൾ വന്നിട്ട്, ഈ സെറോട്ടോണിനാണ് നമ്മുടെ ഹാപ്പിനെസ് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യണത്, അതുപോലെ ഇമോഷണൽ ബോണ്ടിങ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഡോപ്പമിൻ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഹൈപ്പർ എനർജിയൊക്കെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യൂലേ, അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ നോറെപ്പിനെഫ്രിൻ. ഇതാണ് നമ്മുടെ ഹാർട്ട് റേറ്റും BP റേറ്റൊക്കെ കൂട്ടും. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രീം അലർട്ട്നെസ് ആയിരിക്കും. അതായത് ഒരു കുഞ്ഞ് കാര്യം പോലും നമ്മൾ ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്ത് നമ്മളിങ്ങനെ കേൾക്കുകയും അങ്ങനെയൊക്കെ ചെയ്യണത് ഒരു കെമിക്കലാണ്. അത് അങ്ങനെയൊക്കെ നമ്മൾ അലേർട്ടായിട്ടിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കെമിക്കൽസ് ആയിരിക്കും മെയിനായിട്ട് MDMA അകത്ത് പോയ ബ്രെയിനിൽ നിന്ന് റിലീസ് ആവണത്. അപ്പോൾ സാധാരണ ഈ നോർമൽ ഇപ്പോൾ MDMA കഴിക്കാതെയും ഈ സാധനങ്ങളൊക്കെ റിലീസ് ചെയ്യണുണ്ട്, ഈ കെമിക്കൽസ് ബോഡിയിൽ റിലീസ് ചെയ്യണുണ്ട് നോർമലായിട്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിലുള്ള കുറച്ച് പ്രോട്ടീൻസ് തന്നെ അതിനെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യും. പക്ഷേ ഈ MDMA എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ആ റീഅബ്സോർബ് ചെയ്യണ പ്രോട്ടീനെ ചെന്ന് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ 3 കെമിക്കൽസ് ബ്രെയിനിൽ ഒരുപാട് നേരം ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കിടക്കുമ്പോഴാണ് നമുക്ക് ഈ MDMAയുടെ ഈ ഹൈപ്പർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ അനുഭവപ്പെടുന്നത്. ഹാപ്പിനെസ്, മറ്റേ സാധനം, അങ്ങനെ ഒരുപാട് മീൻസ് നമ്മൾ എക്സ്ട്രീം ആയിരിക്കും. അത് കഴിഞ്ഞ് ഇതിൻ്റെ എഫക്റ്റ് പെട്ടെന്നായിട്ട് കുറയും. അതായത് നമ്മുടെ സെറോട്ടോണിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് അങ്ങ് കുറയും. ഹൈപ്പറായിട്ട് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് അങ്ങ് കുറയും. അങ്ങനെ പെട്ടെന്ന് കുറയുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും, ഭയങ്കര സാഡ്നെസ് ആയിരിക്കും, ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. നമുക്ക് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നും. മീൻസ് ഒരു കിളി പോയ അവസ്ഥ അങ്ങനെ തോന്നും. അതുകൊണ്ട് തന്നെ
എന്താണ് ഇതിനെ നമ്മൾ സ്യൂസൈഡ് ട്യൂസ്ഡേ എന്ന് വിളിക്കുന്നുണ്ട്. വേറൊരു പേരിൽ നമ്മൾ ഈ സിംറ്റംസ് ഒക്കെ പെട്ടെന്ന് കൂടിയിട്ട് പെട്ടെന്ന് കുറയുമ്പം ഈ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നതുകൊണ്ട് തന്നെ സ്യൂസൈഡ് ട്യൂസ്ഡേ എന്ന് നമ്മൾ വേറൊരു പേരായിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷോർട്ട് ടേം സൈഡ് എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം സൈഡ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ ഈ ഷോർട്ട് ടേം സൈഡ് എഫക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര പല്ല് കടിച്ചിൽ, ടീത്ത് ഗ്രൈൻഡിങ് എന്ന് പറയും, നന്നായിട്ട് പല്ല് കടിക്കണ പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ എക്സ്ട്രീം സ്വെറ്റ് ആയിരിക്കും. അതൊരു ഭയങ്കര നമുക്കിങ്ങനെ വിചാരിക്കണ പോലെയല്ല, നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ കൂടിയുള്ള ഒരു എക്സ്ട്രീം സ്വെറ്റ് ആയിരിക്കും. ഇനി അതുപോലെ ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യും, അതുപോലെ BP ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. കൺഫ്യൂഷൻ മീൻസ് നമുക്കത് യൂസ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരാളിങ്ങനെ ഫോളോ ചെയ്യണതായിട്ട് തോന്നും, നമ്മൾ അയാൾ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് വെറും തോന്നലാണ്, അങ്ങനെ നമുക്ക് തോന്നും എന്താ ഇയാൾ നമ്മളെ ഫോളോ ചെയ്യണം, ചുമ്മാ ഇങ്ങനെ ഓരോന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോർട്ട് ടേം സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോങ് ടേം സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിത് കുറേ നാളിങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി ലോസ് ആവാനുള്ള ഒരു 90% ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്, ആൻസൈറ്റി, പിന്നെ നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. നമുക്കൊന്നിലും ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒന്നിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് തോന്നണത് അതോ വേറെ നമുക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് വരും, എന്തോ അയാൾ നമ്മൾ നോക്കണം, അങ്ങനെ കുറേ ഡിസ്ട്രാക്ഷൻസ് വരും. അതുപോലെ ഹാർട്ട് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ലോങ് ടേം യൂസിൽ നമുക്ക് കിട്ടുന്ന സൈഡ് എഫക്റ്റ് ഇതൊക്കെയാണ്. സോ നെക്സ്റ്റ് നമുക്ക് MDMAയുടെ ഒരു ക്ലോസ് ഫ്രണ്ടിനെയും കൂടെ പരിചയപ്പെടാം. വേറെ ആരുമല്ല, MDA എന്ന് പറയും, അതായത് മെത്തലീൻ ഡയോക്സി ആംഫിറ്റമീൻ എന്ന് പറയും. സോ ഇത് മറ്റതിനെ വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെ എഫക്റ്റ് കൂടുതലാണ്, അതായത് നമ്മളെ ഹാലൂസിനേഷൻ എഫക്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫീലിങ്സ് ആണ് പറഞ്ഞത്. ഒന്നേ നമ്മൾ എക്സ്ട്രീം ഫിയർ ആയിരിക്കും, അതായത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതോ അയാൾ നമ്മളെ ഫോളോ ചെയ്യണ്, അതാ നമ്മൾ നോക്കണ്, നമ്മളെന്തോ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ നമുക്കിങ്ങനെ ഫീൽ ആയിക്കൊണ്ടിരിക്കും. പിന്നെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നേ എക്സ്ട്രീമായിട്ട് നമുക്ക് വയലൻ്റ് ആയിരിക്കും, മീൻസ് ഭയങ്കര ദേഷ്യവും വയലൻസ് ഒക്കെ കാണിക്കാൻ തോന്നും. അപ്പം അതാണ് ഇതിൻ്റെ രണ്ട് വശങ്ങൾ. ഒന്നേ പേടിയായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രീം നമ്മൾ കൈവിട്ട് പോകും, എക്സ്ട്രീം ആങ്കറും ഭയങ്കര വയലൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സാധനം യൂസ് ചെയ്യും. ഈ MDMA കൊണ്ട് നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫുൾ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. ഏറ്റവും വേഴ്സ്റ്റ് കണ്ടീഷനിലൊക്കെ നമ്മൾ ഡിപ്രഷൻ തെറാപ്പിക്കൊക്കെ യൂസ് ചെയ്യും. അതായത് ഒരു മരുന്നും ഒരു കാര്യങ്ങളും ഒന്നും എഫക്റ്റ് ചെയ്യാതെ വരികയാണെങ്കിൽ മാത്രം നമ്മൾ ഡിപ്രഷൻ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ PTSD, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ, അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണുണ്ട്. പക്ഷേ ഇതും കംപ്ലീറ്റ്ലി ക്യൂറബിൾ ഒന്നും അല്ല, MDMA വെച്ച് കംപ്ലീറ്റ് ക്യൂറബിൾ അല്ല. പക്ഷേ എന്താണ്, ഈ ഒരു ട്രോമയൊക്കെ ഉള്ള ആൾ ഇങ്ങനെ സംസാരമൊക്കെ കുറവായിരിക്കും അല്ലേ, അപ്പോൾ അവർക്കിത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചെങ്കിലും ഇങ്ങനെ സംസാരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോഴും സ്റ്റിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ ഡിസീസ് ക്യൂർ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ് MDMA ബ്രെയിനിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യണമെന്ന്, അതുപോലെ ഇനി അതർ ബോഡി പാർട്സ് അല്ലെങ്കിൽ അതർ ഓർഗൻസിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യണമെന്നാണ് പറയാൻ പോണത്. അതായത് ഇത് ലോങ് ടേം യൂസ് ചെയ്യുകയാണെങ്കിൽ ഹാർട്ട് ഫെയിലിയർ വരാം. അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കരമായിട്ട് എക്സ്ട്രീം സ്വെറ്റ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും സ്വെറ്റ് കാരണം നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരുമെന്ന്. അപ്പോൾ ഇത് അതുപോലെ ബോഡി ടെമ്പറേച്ചർ കൂടി മാക്സിമം എത്തിയിട്ട് നമ്മുടെ മസിൽസും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ വരെ ആവാനുള്ള ഇത് ചാൻസ് ഉണ്ട്. അതുപോലെ ലിവർ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഫുൾ ഡാമേജ് വരുത്തും. ഒരു നല്ല കാര്യം പോലും ചെയ്യൂല, ഫുൾ ഡാമേജ് മാത്രം വരുത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ബാക്കി ഓർഗണിൽ അഫക്റ്റ് ചെയ്യണത്. എല്ലാ ഓർഗണിലും ഡാമേജ് വരും. ഇത് ഞാൻ മൂന്നും ഇങ്ങനെ എടുത്തു പറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ യൂത്തിൽ ഇപ്പം ഈ ഒരു ഡേഞ്ചറസ് ഡ്രഗിൻ്റെ ഈ യൂസേജ് കൂടി വരെയാണ്. നമ്മളൊരു ഫണ്ണായിട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് പർപ്പസിനായിരിക്കും തുടങ്ങണത്, പക്ഷേ ഇതിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല, ഫുൾ നാശങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പം താൽക്കാലികമായി ചിലപ്പോൾ ഒരു ഹാപ്പിനെസ് അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരിക്കും, പക്ഷേ വേറെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ MDMA എന്ന് പറയണത്. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. സോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ബൈ.